Good morning all. Welcome to General Awareness class of UKG. UKGയിലെ General Awareness ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ആണ്. എന്താണ് ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ആണ്. ഓക്കെ, ഞാൻ ആദ്യം കുറച്ച് നോൺ ലിവിങ് തിങ്സ് പറഞ്ഞു തരട്ടെ. ബെഞ്ച്, ഡെസ്ക്, ടേബിൾ, ഫുട്ബോൾ, ബൈസൈക്കിൾ, pencil. These are some examples of non-living thing, and I will introduce you some living things too. I am a living thing. ഞാൻ ഒരു ലിവിങ് തിങ് ആണ്. ആൻഡ് മൈ പപ്പി, എൻ്റെ വീട്ടിൽ ഒരു പപ്പി ഉണ്ട്, നായക്കുട്ടി. അതും എന്താണ് ലിവിങ് തിങ് ആണ്. ആൻഡ് ഐ ഹാവ് എ ഡോഗ്, എനിക്കൊരു ഡോഗ് ഉണ്ട്, പീജിയൻ. അതും എന്താണ് ലിവിങ് തിങ് ആണ്. ആൻഡ് ദ ട്രീ, പ്ലാന്റ്സ്, ദേ ആർ ഓൾസോ ലിവിങ് തിങ്സ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്താണ് ലിവിങ് തിങ്, എന്താണ് ഞാൻ ലിവിങ് തിങ് മനസ്സിലായോ? കൂടുതൽ പേർക്ക് മനസ്സിലായിട്ടില്ല അല്ലേ? ഓക്കെ, ഞാൻ എനിക്ക് പറഞ്ഞു തരാം. ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ലിവിങ് തിങ്സ് ക്യാൻ ബ്രീത്ത്. ശ്വസിക്കാൻ സാധിക്കും. ഇങ്ങനെ ശ്വസിക്കാൻ സാധിക്കുന്നതാണ് എന്ത്? ബ്രീത്ത് എന്ന് പറയുന്നത്. ആൻഡ് ദേ ക്യാൻ ഈറ്റ്. അവർക്ക് എന്തിനു സാധിക്കും? ഈറ്റ് ചെയ്യാൻ സാധിക്കും. ദേ ക്യാൻ ഈറ്റ്, കഴിക്കാൻ സാധിക്കും. ആൻഡ് ദേ ക്യാൻ ഗ്രോ. അവർക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കും. ഗ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ കുഞ്ഞായിരുന്നു, പിന്നെ കുറച്ച് വളർന്നു, പിന്നെ കുറച്ച് വളർന്നു, ഇപ്പൊ ഞാൻ ഇത്രയും വളർന്നില്ലേ, അതേപോലെ വളരുന്നതിനെയാണ് ഗ്രോ ചെയ്യുക എന്ന് പറയുക. ഗ്രോ ചെയ്യാൻ സാധിക്കും. ആൻഡ് ദേ ഹാവ് സെൻസസ്. അവർക്ക് സെൻസും ഉണ്ട്. അവർക്ക് സെൻസ് ഉണ്ട്. തൊട്ടാൽ അറിയും, സ്മെൽ ചെയ്യാൻ അറിയും, കണ്ണ് കാണും, അങ്ങനെ ഒരുപാട് സെൻസസ് ഉണ്ട്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് നോൺ ലിവിങ് തിങ്സ് മനസ്സിലാവും. ഞാൻ പറഞ്ഞു ടേബിൾ, പെൻസിൽ, ഫുട്ബോൾ, ബൈസിക്കിൾ, ഇതൊക്കെ നോൺ ലിവിങ് തിങ്സ് ആണെന്ന് പറഞ്ഞു. How we can realize that this is a non-living thing or not? എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു തരട്ടെ. Non-living things can't breathe. They can't breathe. Okay, അവർക്ക് ബ്രീത്ത് ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് ഇങ്ങനെ ശ്വാസം എടുക്കാൻ സാധിക്കില്ല. They can't breathe. ബ്രീത്ത് ചെയ്യാൻ കഴിയില്ല. ഈറ്റ് ചെയ്യാനും കഴിയില്ല. അവർക്ക് കഴിക്കാനും കഴിയില്ല. And they cannot grow. അവര് വളരില്ല. They can't grow. അവർക്ക് വളരാൻ സാധിക്കില്ല. They don't have senses too. അവർക്ക് സെൻസസും ഇല്ല. ഓക്കെ, ഇതാണ് എന്ത്? നോൺ ലിവിങ് തിങ്സ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സ് പറഞ്ഞാൽ ജീവനുള്ളവ, നോൺ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തവ. ഓക്കെ, ആൻഡ് there is a activity based on our living things and non living things. Okay, take living things and cross out non living things. ലിവിങ് തിങ്സിനെ ടിക്ക് ചെയ്യുക, നോൺ ലിവിങ് തിങ്സിനെ ക്രോസ് ഔട്ട് ചെയ്യുക. ദ ഫസ്റ്റ് പിക്ചർ ഈസ് എ ടൈഗർ. ടൈഗർ ഒരു ലിവിങ് തിങ് ആണോ നോൺ ലിവിങ് തിങ് ആണോ? അറിയില്ല. എങ്ങനെയാണ് ലിവിങ് തിങ് ആണോ നോൺ ലിവിങ് തിങ് ആണോ എന്ന് അറിയുക? അതിന് ജീവനുണ്ടോ? ഉണ്ട്. ജീവനുള്ളവയാണ് ലിവിങ് തിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ടിക്ക് ഇടൂ. പിന്നെ എങ്ങനെയാണ് അതിന് ജീവൻ ഉണ്ടെന്ന് തിരിച്ചറിയുന്നത്? അത് ശ്വസിക്കുമോ? ശ്വസിക്കും. ബ്രീത്ത് ചെയ്യുമോ? ചെയ്യും. അത് ഗ്രോ ചെയ്യുമോ? ചെയ്യും. അത് ഈറ്റ് ചെയ്യുമോ? ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ലിവിങ് തിങ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, എ പ്ലാന്റ്. പ്ലാന്റ് ഈറ്റ് ചെയ്യുമോ? ചെയ്യില്ലേ? പ്ലാന്റ് ഈറ്റ് ചെയ്യും. കൈകൊണ്ടല്ല, വേര് കൊണ്ട്. വെള്ളം എടുക്കുന്നുണ്ടല്ലോ. അവർ ലീഫിൽ തന്നെ സ്വയം ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ലീഫ് ഗ്രോ ചെയ്യുമോ? വളരുമോ? പിന്നെ ലീഫല്ല, പ്ലാന്റ് ഗ്രോ ചെയ്യുമോ? ഗ്രോ ചെയ്യും. കാരണം എന്താ? ഒരു ചെറിയ ചെടി വെച്ചാൽ അത് വളർന്നോളൊന്നും വരില്ലേ? അതിൽ പൂക്കൾ വരില്ലേ? കായ്കൾ വരില്ലേ? വരും. അതെന്താ? വളരുകയാണ് അല്ലേ? അത് ബ്രീത്ത് ചെയ്യുമോ? ചെയ്യും. അതിനും വേണം കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഒക്കെ അതിനും വേണം. ഓക്കെ, അപ്പൊ അതും ടിക്ക് ചെയ്യൂ. ആൻഡ് നെക്സ്റ്റ് വൺ, ബുക്ക്. ബുക്ക് വളരുമോ? ഇല്ല. ബുക്കിന് ഫുഡ് വേണോ? വേണ്ട. ബുക്കിന് ശ്വാസം വേണോ? വേണ്ട. ബ്രീത്ത് ചെയ്യില്ല, ഈറ്റ് ചെയ്യില്ല, ഗ്രോ ചെയ്യില്ല. സോ ദാറ്റ് ഈസ് എ non-living thing. Book is a non-living thing. And then close out the box. Next one is umbrella. Umbrella grow ചെയ്യുമോ? എങ്ങനെ? മഴ വരുമ്പോ നിവർത്തുമ്പോ ഇങ്ങനെ വിരിയും അല്ലേ? ദാറ്റ് ഈസ് നോട്ട് ഗ്രോയിങ്. അത് ഗ്രോയിങ് അല്ല. അത് നമ്മൾ നമ്മുടെ കൈ കൊണ്ട് നിവർത്തുന്നതല്ലേ. അത് വീണ്ടും അടച്ചു വെക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ എന്താ? അത് നമ്മൾ ആരെങ്കിലും വളർന്നവർ വീണ്ടും ചെറുതായി പോവോ? ഇല്ല. ഓക്കെ, അംബ്രല്ലയ്ക്ക് ജീവൻ ഇല്ല. അംബ്രല്ല ശ്വസിക്കുമോ? ഇല്ല. കഴിക്കുമോ? ഈറ്റ് ചെയ്യുമോ? ഇല്ല. അപ്പൊ അതിനെ ക്രോസ് ഔട്ട് ചെയ്യൂ. അത് നോൺ ലിവിങ് തിങ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എ ബോയ്. നമ്മളെ പോലൊരു ബോയ് ആണ്. ഗേൾസിനെ പോലുള്ള ഗേളും ഉണ്ടാവാം. അത്
ലിവിങ് തിങ് ആണോ നോൺ ലിവിങ് തിങ് ആണോ? ലിവിങ് തിങ് ആണ്. ടിക്ക് ഇടൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സിസേഴ്സ്. കത്രിക. കത്രിക നോൺ ലിവിങ് തിങ് ആണോ ലിവിങ് തിങ് ആണോ? കത്രിക വളരുമോ? ഇല്ല. ശ്വസിക്കുമോ? ഇല്ല. ഈറ്റ് ചെയ്യുമോ? ഇല്ല. അപ്പൊ അത് ക്രോസ് ഔട്ട് ചെയ്യൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എ പെൻ. പെന്ന് വളരുമോ? ഇല്ല. ഈറ്റ് ചെയ്യുമോ? മഷി. മഷി വലിച്ചെടുക്കും, പക്ഷെ അത് കഴിക്കുന്നതല്ല. ഓക്കെ. ആൻഡ് ശ്വസിക്കുമോ? ഇല്ല. അപ്പൊ അതിനെ ക്രോസ് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് വൺ ഇസ് എ ഫിഷ്. അടുത്തെന്താണ്? ഒരു ഫിഷ് ആണ്. അടുത്തതൊരു ഫിഷ് ആണ്. ഫിഷ് എന്ത് ചെയ്യും? ശ്വസിക്കും, കഴിക്കും, ഈറ്റ് ചെയ്യും, ആൻഡ് ഗ്രോ ചെയ്യും. അപ്പൊ അതെന്താണ്? ലിവിങ് തിങ് ആണ്. ടിക്ക് ചെയ്യൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബേർഡ്. ബേർഡ് എന്താണ്? ബേർഡ് ഒരു ലിവിങ് തിങ് ആണ്. കാരണം എന്താ? ദാറ്റ് ക്യാൻ ബ്രീത്ത്, ദാറ്റ് ക്യാൻ eat, that can grow. ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ that is a living thing. Okay, tick it. ടിക്ക് ചെയ്തോ? ചെയ്താൽ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മൾ ലിവിങ് തിങ്ങും നോൺ ലിവിങ് തിങ്ങും വളരെ വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ബൈ ബൈ.